ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി കർത്താവ് തന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ നന്ദിയുള്ളൊരു ഹൃദയം നമുക്ക് എപ്പോഴും അനിവാര്യമാണ്. കർത്താവ് നമ്മളെ തേടി വന്നില്ലായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ രക്ഷയുടെ സന്തോഷം, ദിവ്യ സമാധാനം, പ്രത്യാശയുള്ളൊരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിച്ചതാണ്, നമ്മുടെ യാതൊരു യോഗ്യതയല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തോട് എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ചെറിയൊരായുസ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് നൽകപ്പെട്ടതാണെന്ന് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിലും നന്നായി മനസ്സിലാക്കുന്നത് എത്രയോ നല്ലതാണ്. നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന സമയം നിത്യയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ചിലവഴിക്കണം. നമ്മൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്ക് ദൈവത്തോട് വലിയ കടപ്പാടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് മനുഷ്യനെ തേടി വരുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഏദൻ തോട്ടത്തിലേക്ക് ആദാമിനെ തേടി വന്ന ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. ഒപ്പം തന്നെ സക്കായിയെ തേടി വന്ന കർത്താവിനെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് നമ്മൾ കാണുവാൻ ആഗ്രഹിക്കുന്നത് അതേ വിഷയം തന്നെ, തേടി വരുന്ന നമ്മുടെ ദൈവം. ഇവിടെ മോശയെ തേടി വരുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് അല്പമായിട്ട് നിങ്ങളോട് പറയാം എന്ന് വിചാരിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, ഏതൊരു കാലയളവിലും ദൈവം മനുഷ്യനെ തേടുന്നു എന്നുള്ളത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സ് 1 to 10, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: മോശെ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മയപ്പനും ആയ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്തുള്ള ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശെ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നും അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശെ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്: മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമിയുടെ കയ്യിൽ നിന്നും വിടുവിപ്പാനും ആ ദേശത്തു നിന്നും നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കലെത്തിയിരിക്കുന്നു. മിസ്രൈമർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്തുവാണ്? നമുക്കറിയാം ഈ സംഭവം. ഇതിനു മുൻപ് മോശ ഒരിക്കൽ താൻ മുഖാന്തരം ഈ ഇസ്രായേൽ ജനത്തിന് വിടുതലുണ്ടെന്ന് അവർ കരുതുമെന്ന് വിചാരിച്ച് മോശ പുറപ്പെട്ട കാര്യം നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കണം, അന്ന് മോശ വിചാരിച്ചത് ഞാൻ മുഖാന്തരം അവർക്കൊരു വിടുതലുണ്ടാകും എന്ന് കരുതി മോശ ചെന്നതാണ്. അത് നമ്മൾ സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ നമുക്ക് ആ ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം ആക്ട്സ് ചാപ്റ്റർ 7 23 to 36, അപ്പോൾ അവിടെ വായിക്കുന്നത്:
മോശെ മിസ്രൈമിയുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു വാക്കിലും പ്രവൃത്തിയിലും സമ്മതനായി തീർന്നു. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രയേൽ മക്കളായ തൻ്റെ സഹോദരന്മാരെ ചെന്ന് കാണണം എന്ന് മനസ്സിൽ തോന്നി. അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നു, മിസ്രൈമിനെ അടിച്ചു കൊന്നു, പീഡിതന് വേണ്ടി പ്രതിജ്ഞ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്ന് അവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. പിറ്റേന്നാൾ അവർ കലഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്നു. പുരുഷന്മാരെ, നിങ്ങൾ സഹോദരന്മാരല്ലോ, തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു. അവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആർ? ഇന്നലെ മിസ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് മോശെ ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് നിന്ന് പാർത്തു അവിടെ 2 പുത്രന്മാരെ ജനിപ്പിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് വായിക്കാനുണ്ടെങ്കിലും ഇവർ തള്ളിക്കളഞ്ഞ ആ സംഭവങ്ങൾ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യമാണ്. എന്നാൽ അവിടെ പിന്നെ ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു എന്നുള്ള കാര്യങ്ങൾ എഴുതിയിട്ടില്ല. അതിവിടെ സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ ഉള്ളങ്ങളുടെ എല്ലാ അവസ്ഥയും അറിയുന്ന പരിശുദ്ധാത്മാവ് ആ കാര്യം ഇവിടെ പറയുക. എന്നാൽ ഇവർ തള്ളിക്കളഞ്ഞ ഈ മോശയെ തന്നെ ദൈവം അവർക്ക് വേണ്ടി അയച്ചു. അപ്പോൾ അതാണ് വലിയ കാര്യം. അപ്പോൾ ഇവരെക്കുറിച്ച് പറയുന്നത് ഇവിടെ അതിൻ്റെ അതേ പ്രവൃത്തി 7-ാം അധ്യായം 34 മുതൽ വായിക്കുമ്പോൾ, മിസ്രൈമിൽ എൻ്റെ ജനത്തിൻ്റെ പീഡ ഞാൻ കണ്ടു, അവരുടെ ഞരക്കവും കേട്ടു, അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പറപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു. അപ്പോൾ ഇവിടെ ഇവർ തള്ളിക്കളഞ്ഞ ഈ മോശയെ തന്നെ ദൈവം ഈ ഉന്നതമായ പദവിയിലാക്കി വെച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഇവിടെ മോശെ തൻ്റെ അമ്മായപ്പനായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം ചെന്ന. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ താൻ കാണുന്നത് എന്തുവാണ്? അവിടെ ഒരു വലിയ തീ കത്തുന്നു. അപ്പോൾ ആ തീ കത്തുന്നെങ്കിലും ആ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. അപ്പോൾ ഈ കാഴ്ച എന്താണെന്ന് കാണുവാനായിട്ട് മോശെ അങ്ങോട്ട് അടുക്കുകയാണ്. അപ്പോൾ അവിടെ മോശയോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം പറയുകയാണ്, മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഞാനിതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇവിടെ മോശെ, ഇതെന്തൊരു അത്ഭുതമാണ്! തീ കത്തുന്നുണ്ട്, എന്നാൽ ഈ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല, അതില്ലാതാകുന്നില്ല. ഇതിനകത്തൊക്കെ ഒരുപാട് ആത്മീയ അർത്ഥമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ജനം എത്രയെല്ലാം തീച്ചുള്ളിയുടെ അനുഭവത്തിലൂടെ കടന്നു പോയാലും അവർ നശിച്ചു പോകുകയില്ല, ഇല്ലാതാകുകയില്ല എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഈ മുൾപ്പടർപ്പ് നശിക്കാതിരുന്നത് എന്നുള്ള ഒരു ആത്മീയ അർത്ഥം അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇവിടെ ദൈവം മോശയോട് പറയുകയാണ്, മോശേ, നീ നിൽക്കുന്ന ഈ സ്ഥലം, ഈ ഭൂമി വിശുദ്ധ ഭൂമിയാണ്. ദൈവ സാന്നിധ്യമുള്ളിടം അത് വിശുദ്ധമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കണം, മോശയോട് പറയുകയാണ്, നീ നിൻ്റെ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളയുക. അപ്പോൾ ഇവിടെ ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് ദൈവം മോശയോട് കൽപ്പിക്കുക. അപ്പം എന്താണ് ഈ ചെരുപ്പിനെ കാണിക്കുന്നത്? അവൻ്റെ നടപ്പ്, അവൻ്റെ നടപ്പിനെ, അവൻ്റെ പാവവഴികളിൽ കൂടെയുള്ള നടപ്പ്, അത് ആ മാലിന്യം നീ നീക്കിക്കളയണം എന്ന ഒരർത്ഥമുണ്ട്. മറ്റൊരർത്ഥം കൂടിയുണ്ട്. അന്നത്തെ കാലത്ത് അടിമകൾക്ക് ചെരുപ്പിടാനായിട്ടുള്ള അനുവാദമില്ല. അതുകൊണ്ട്
ദൈവം പറയുകയാണ്, മോശേ, ഇന്നു മുതൽ നീ എൻ്റെ അടിമ, നിന്നെ ഞാൻ എൻ്റെ ആയിട്ട് ഞാൻ സ്വീകരിക്കുന്നു, അതുകൊണ്ട് ചെരുപ്പിടാൻ പാടില്ല എന്നൊരർത്ഥവുമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവൻ ചെരുപ്പ് അഴിച്ചു മാറ്റുന്നു. അതിനുശേഷം ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ആരാണ്? നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവിടെ മോശ ആകപ്പാടെ ഭയപ്പെടുകയാണ്. ഫറവോന്റെ അടുക്കിലേക്ക് പോകുവാനായിട്ട് മോശയ്ക്ക് ധൈര്യമില്ല. എന്നാൽ ദൈവം മോശയോട് വാഗ്ദത്തം കൊടുക്കുകയാണ്. അത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. മോശയ്ക്ക് ദൈവം വാഗ്ദത്തം കൊടുക്കുകയാണ്. വാഗ്ദത്തം കൊടുത്താണ് ദൈവം മോശയെ അയക്കുന്നത്. അവിടെ ദൈവം കൊടുക്കുന്ന വാഗ്ദത്തങ്ങൾ അവിടെ എന്തൊക്കെയാണെന്നറിയാമോ? അവിടെ അപ്പോൾ ഇവിടെ അതിന് മുൻപ് ഒരു കാര്യം കൂടെ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. അതിൻ്റെ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 2-3 വാക്യം വായിക്കുമ്പോഴത്തേക്കും അവിടെ വായിക്കുന്നത്, യഹോവ അവനോട് നിന്റെ കയ്യിലിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു, അത് ഒരു സർപ്പമായി തീർന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ്റെ കയ്യിലുള്ള വടി. ഈ വടി എന്തിനു കാണിക്കുന്നു? മോശയുടെ ജീവിതത്തെ കാണിക്കുന്ന കാര്യമാണ്. അപ്പോൾ മോശയ്ക്ക് തൻ്റെ ജീവിതത്തെയും ദൈവത്തിന് സമർപ്പിക്കണമായിരുന്നു. ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കണമെങ്കിൽ അവിടെ ഒരു സമ്പൂർണ്ണ സമർപ്പണം നടക്കണം. സമ്പൂർണ്ണ സമർപ്പണമുള്ള ഒരു വ്യക്തിയെ മാത്രമേ ദൈവത്തിന് തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ദൈവം മോശയോട് പറയുന്ന 4 വാഗ്ദത്തങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് 4 വാഗ്ദത്തം എന്ന് ഞാൻ പറയാം. ഒന്ന്, അതിൻ്റെ 3-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യമാണ്. അവിടെ പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എന്നിട്ട് അതിൻ്റെ 3-ാം അധ്യായം 20-ാം വാക്യം, ഞാൻ അത്ഭുതങ്ങൾ ചെയ്യും. നോക്കുക, മോശയെ വളരെ ഉറപ്പിക്കുക. 3-ാമത്തെ കാര്യം, എന്ത് പറയണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും. അവിടെ ഫറവോന്റെ മുമ്പിൽ പോയി എന്ത് പറയണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും. 4-ാമത്തെ കാര്യം, അതിൻ്റെ 4-ാം അധ്യായം 15-ാം വാക്യം, ഞാൻ ഉപദേശിക്കും. അപ്പോൾ 1:3-12 ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. 2 ഞാൻ അത്ഭുതങ്ങൾ ചെയ്യും. 3:20. 3 ഞാൻ നിന്നെ പഠിപ്പിക്കും. 4:12 ഞാൻ ഉപദേശിക്കും. 4:15. അപ്പം ഇങ്ങനെ ദൈവം വാഗ്ദത്തങ്ങൾ കൊടുത്താണ്. മാത്രമല്ല ഒപ്പം തന്നെ ഞാൻ ചെയ്യും എന്ന് അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ 7 കൂട്ടം കാര്യങ്ങൾ കർത്താവ് മോശയോട് പറയുന്നുണ്ട്. ഞാൻ ചെയ്യും. ഞാനൊന്ന് പറയാതെ, 1 അതിൻ്റെ 6-ാം വാക്യത്തിൽ ഞാൻ നിങ്ങളെ ഉദ്ധരിക്കും. 2 ഞാൻ നിങ്ങളെ വിടുവിക്കും. അതേ 6-ാം വാക്യത്തിൽ തന്നെ. 3 അതിൻ്റെ 7-ാം വാക്യത്തിൽ ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. 4 എനിക്ക് ഞാൻ നിങ്ങളെ ജനമാക്കിക്കൊള്ളും. അതും 7-ാം വാക്യത്തിലാണ്. 5 ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. അതിൻ്റെ 6, 8-ാം വാക്യത്തിലാണ്. നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് 7-ാമത്തെ കാര്യം അവകാശമായി തരും. അപ്പം ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. ഓരോ കാര്യങ്ങളും എത്ര ശ്രേഷ്ഠമായ കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളെ ഉദ്ധരിക്കും, ഞാൻ നിങ്ങളെ വിടുവിക്കും, ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും, എനിക്ക് നിങ്ങൾ ജനമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ആ ദേശം നൽകും. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ആ ദേശത്ത് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ഇങ്ങനെ ദൈവം ഞാൻ ചെയ്യുമെന്ന് 7 കാര്യം പറഞ്ഞുകൊണ്ട് ഉറപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് അനേക കാര്യങ്ങൾ ഇതിൽ നിന്നും പഠിക്കാനുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്ന്, ഈ മോശ അഹരോനും അവർക്ക് ഈ വാഗ്ദത്ത ദേശത്തേക്ക് പോകുവാൻ കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടായിരിക്കാം? ദൈവം വിടുവിച്ചതല്ലേ. ഇവിടെ നമുക്ക് ആത്മീയമായ പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുക. ദൈവം വിളിച്ച്
മോശയ്ക്ക് വായായിട്ട് അഹരോന് കൊടുത്തു. അഹരോൻ തൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ്. അപ്പോൾ അങ്ങനെ ഇവർ ജനത്തെ വിടുവിച്ചു കൊണ്ടുപോയപ്പോൾ ഇവരെ വാഗ്ദത്തദേശമാകുന്ന കനാനിൽ എത്തിക്കുവാൻ കഴിഞ്ഞില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഈ കനാൻ ദേശം അതിൽ പ്രവേശിച്ച് അവിടുത്തെ അനുഭവങ്ങൾ അവർക്ക് അനുഭവമാക്കുവാൻ കഴിഞ്ഞില്ല. അവിടുത്തെ കാര്യങ്ങളൊന്നും അവർക്ക് ഭക്ഷിച്ച് തൃപ്തരാകുവാനോ അതിലൂടെയുള്ള സന്തോഷം പ്രാപിക്കാനോ കഴിഞ്ഞില്ല. കാരണമുണ്ട്. പ്രിയമുള്ളവരെ, ഒരു വളരെ വിലപ്പെട്ടൊരു സത്യമായി ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഒരു ചെറിയ തെറ്റാ കാര്യം. നമ്മൾ നോക്കണം, മോശെ വളരെ വിശ്വസ്തനായ ദൈവദാസനാണ്. ഈ വിശ്വസ്തനായ ദൈവദാസൻ, നമുക്കറിയാം മോശയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വളരെ വിലപ്പെട്ട ഒരു സാക്ഷ്യമാണ്. 3:2 മോശെ ദൈവവചനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. കണ്ടോ? അപ്പോൾ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. എൻ്റെ 5-ാം വാക്യത്തിൽ മോശെ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. മോശ വിശ്വസ്തനായിരുന്നു. വിശ്വസ്തനായ മോശ എന്നിട്ട് പിന്നെ എന്തുകൊണ്ട് വാഗ്ദത്തദേശത്ത് പ്രവേശിച്ചില്ല? നമ്മുടെ ജീവിതത്തിലും അതൊരു ചോദ്യചിഹ്നമാണ്. വിളിക്കപ്പെട്ടവർ വിശ്വസ്തരായിരിക്കുന്നവർ മാത്രമേ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കൂ. നല്ലവനും വിശ്വസ്തനായിട്ടുള്ള ദാസനെ നമ്മൾ മത്തായി 25:21-23 വായിക്കുന്നുണ്ട്. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരനാക്കും എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇവിടെ വിശ്വസ്തനായിരുന്നിട്ടും മോശയ്ക്ക് എന്തുകൊണ്ട് വാഗ്ദത്തദേശത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല? ഒരു വലിയ ചോദ്യമാണ്. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവത്താൽ നിയുക്തരാണെങ്കിൽ നമ്മൾ വിശ്വസ്തരായിരുന്ന എല്ലാം എത്ര കൃത്യതയോട് നിർവഹിക്കണം എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് നമുക്ക് മോശയുടെയും അഹരോൻ്റെയും ജീവിതത്തിലൂടെ ലഭിക്കുക. ഇവിടെ ഇവർക്ക് രണ്ടുപേർക്കും ഇവരാണ് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൻ്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ച് ഈ മരുഭൂമിയിൽ നടത്തിയത്. എന്നാൽ അവർക്ക് വാഗ്ദത്ത ദേശമാകുന്ന കനാലിൽ പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതിന് കാരണം എന്താണ്? അവിടെ നമുക്ക് അതിന് കാരണം വായിക്കുന്നത് സംഖ്യാപുസ്തകം 20-ാം അധ്യായം, നമ്പേഴ്സ് ചാപ്റ്റർ 20. അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് നമ്പേഴ്സ് ചാപ്റ്റർ 20 അതിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ വായിക്കാം. 7 മുതൽ 12 വരെയുള്ള വാക്യം. യഹോവ മോശയോട്, നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുക പാറയോട് കൽപ്പിക്കുക, എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്നും അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണം എന്ന് അരുളിച്ചെയ്തു. തന്നോട് കൽപ്പിച്ചതുപോലെ മോശെ യഹോവയുടെ സന്നിധിയിൽ നിന്നും വടിയെടുത്ത് മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പിൻ, ഈ പാറയിൽ നിന്നും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞ് മോശെ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. പിന്നെ യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുക്കാനിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല എന്ന് അരുളി ചെയ്തു. കണ്ടോ പ്രിയമുള്ളവരെ, എന്ത് സംഭവിച്ചേ? ഇവർക്ക് ആ ദേശത്തേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല. ആ ദേശം ദൈവം ദൂരെ നിന്നവരെ കാണിച്ചു, എന്നാൽ പ്രവേശിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. നോക്കുക, മോശയ്ക്ക് ദൂരെ നിന്ന് അത് കാണുവാനായിട്ടുള്ള ഭാഗ്യം ദൈവം ഒരുക്കി. അതിൻ്റെ 27-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെ വായിക്കുമ്പോൾ, അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത്, ഈ അബാരീം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശം നോക്കുക. അത് കണ്ട ശേഷം
നിന്റെ സഹോദരനായ അഹരോനെ പോലെ നീയും നിന്റെ ജനത്തോട് ചേരും. സഭയുടെ കലഹത്തിങ്കൽ നിങ്ങൾ സീൻ മരുഭൂമിയിൽ വെച്ച് അവർ കാണുക വെള്ളത്തിൻ്റെ കാര്യത്തിൽ എന്നെ ശുദ്ധീകരിക്കാതെ എൻ്റെ കൽപ്പനയെ മറുത്തതുകൊണ്ട് തന്നെ സീൻ മരുഭൂമിയിൽ കാദേശിൽ കലഹജലം അത് തന്നെ. അപ്പോൾ ഇവിടെ മോശയ്ക്ക് അത് കാണാനായിട്ടുള്ള ഒരു ചാൻസ് ദൂരെ നിന്നുകൊണ്ട് കർത്താവ് കൊടുത്തു. നമ്മൾ ചിന്തിക്കണം, മോശയ്ക്ക് അങ്ങോട്ടൊന്ന് കടന്നു പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 28 വരെയുള്ള വാക്യത്തിൽ, ഡെട്രോണമി ചാപ്റ്റർ 3 വേഴ്സ് 25 to 28 അവിടെ വായിക്കുന്നത്, ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു, എൻ്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട്, മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. അപ്പോൾ ഇവിടെ പിസ്ഗയുടെ മുകളിൽ നിന്നുകൊണ്ട് നോക്കി കാണാൻ വേണ്ടിയുള്ള മാത്രം ഒരു അനുവാദം ദൈവം കൊടുത്തു. നോക്കുക പ്രിയമുള്ളവരെ, സംഭവിച്ചെന്താണ്? അവൻ ഒരു അവിവേകം സംസാരിച്ചു പോയെന്ന നമ്മൾ 106-ാം സങ്കീർത്തനത്തിൽ അതിനെക്കുറിച്ച് വായിക്കുന്നത്. 106-ന്റെ 33-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ അവൻ്റെ മനസ്സിനെ കോപിച്ചതുകൊണ്ട് അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. ഉണ്ടോ? നമ്മുടെ വാക്കുകൾ എത്രമാത്രം നാം സൂക്ഷിക്കണം പ്രിയമുള്ളവരെ. ദൈവമക്കൾ, ദൈവകൃപ അനുഭവിക്കുന്ന ദൈവമക്കൾ വാക്കുകളെ പോലും, നമുക്കറിയാമല്ലോ, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. 36 അവിടെ വായിക്കുന്നത്, മത്തായി 12-ാം അധ്യായം 36-ാം വാക്യം, എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഉണ്ടോ? നമ്മുടെ വാക്കുകൾക്ക് നാം കണക്ക് ബോധിപ്പിക്കണം. ഇവിടെ മത്സരികളെ എന്നുള്ള വിളി, മോശ ദേഷ്യത്തിൽ അവരെ അങ്ങനെ വിളിച്ചു. ആ വിളി അവർക്ക് നാശമായി ഭവിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അഹരോനും കിടക്കാൻ കഴിഞ്ഞില്ല, മോശയ്ക്കും കിടക്കാൻ കഴിഞ്ഞില്ല. അഹരോന്റെ മരണത്തെക്കുറിച്ച് സംഖ്യാപുസ്തകം 20-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മോശയുടെ മരണം ആവർത്തന പുസ്തകം 34-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക. നമുക്കറിയാം, ഈ ലോകത്തിൽ ദൈവത്തെ ഇതുപോലെ അനുസരിച്ച ഒരു ദാസൻ മറ്റാരുമില്ല. അത് മോശയാണ്. സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയിൽ നമുക്കറിയാം, അവിടെ തുടർമാനമായി പറയുന്നൊരു കാര്യമുണ്ട്. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തു. നമ്മളതിൻ്റെ 39-40 അധ്യായങ്ങൾ വായിക്കുമ്പോൾ തുടർമാനമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്, യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. ഞാൻ അതിൻ്റെ 1-2 വാക്യങ്ങൾ മാത്രം വായിക്കാം. അതിൻ്റെ 39-ാം അധ്യായത്തിൻ്റെ 42-ഉം 43-ഉം വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ഇസ്രായേൽ മക്കൾ എല്ലാ പണിയും തീർത്തു. മോശ പണിയൊക്കെയും നോക്കി യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവർ അത് ചെയ്തു തീർത്തിരുന്നു എന്ന് കണ്ട് മോശ അവരെ അനുഗ്രഹിച്ചു. നോക്കുക, അതിൻ്റെ 40-ന്റെ 16-ാം വാക്യം ഞാൻ വായിക്കാം. 40-ന്റെ 16, മോശ അങ്ങനെ ചെയ്തു, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അവൻ ചെയ്തു. അപ്പോൾ ഈ പ്രയോഗം അതിനകത്ത് ആവർത്തിച്ച് കാണുന്നൊരു കാര്യമാണ്. വളരെ കൃത്യതയോടുകൂടി ഓരോ സാധനം എങ്ങനെ ഉണ്ടാക്കണം, ഈ സൈസിൽ ഉണ്ടാക്കണം, അത് എവിടെ വയ്ക്കണം, എല്ലാം കൃത്യതയോടുകൂടി ചെയ്തു. എങ്കിലും പ്രിയമുള്ളവരെ, മോശയുടെ ജീവിതത്തിൽ വന്നുപോയ ആ കോപത്തിൽ വന്നുപോയ ഒരു അവിവേകം, ദൈവം പറഞ്ഞതുപോലെ ചെയ്യാതെ അതിനെ പാറയോട് കൽപ്പിക്കാനാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ മോശയെ ആ പാറയെ 2 പ്രാവശ്യം ആ കോപത്തിൽ അടിച്ചു. നമ്മൾ ക്രൂശിൽ കർത്താവ് ഒരിക്കൽ മാത്രമേ മരിക്കേണ്ടതുള്ളൂ. രണ്ടാമത് വീണ്ടും ഒരു മരണത്തിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം അതിൻ്റെ നിഴലുകളാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ വചനം അതിന് എത്രമാത്രം ആഴമുണ്ടെന്ന് മനസ്സിലാക്കണം.
ഇന്നും അനേകരും അവരുടെ ജീവിതത്തിലെ അനേക കുറവുകൾ കൊണ്ടല്ല അനേക നന്മകൾ നിത്യതയിൽ നഷ്ടപ്പെടുത്താൻ പോകുന്നത്. ചിലപ്പോൾ ഒരു കുറവായിരിക്കും. ആ ഒരു കുറവിനെ നമ്മൾ ഇവിടെ വെച്ച് പരിഹരിച്ചില്ല എങ്കിൽ നമുക്ക് നിത്യതയിൽ വലിയ നഷ്ടമായിരിക്കും. അപ്പോൾ ഇവിടെ മോശയ്ക്കും അഹരോനും വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു, കഴിഞ്ഞില്ല. കാരണം ഈ ഒരൊറ്റ കുറവാണ് സംഭവിച്ചത്. ഈ ഒറ്റ കുറവിൽ ദൈവം പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു, എന്നാൽ പാറയെ അടിച്ചു. മാത്രമല്ല ദൈവസഭയെ മത്സരികളെ എന്ന് വിളിക്കുവാനിടയായി. കോപത്തിലുണ്ടായ കാര്യമാണ്. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് കാര്യം പുതിയ നിയമത്തിൽ നിന്നും കൂടെ ഒന്ന് രണ്ട് കാര്യം ഒന്ന് ഓർപ്പിച്ചിട്ട് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുക. ഒന്ന് നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം എഫേസോ സഭയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അതിൻ്റെ 4-5 വാക്യം, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്കുള്ള ദൂതിൽ 1-ാമത്തെ സഭയായ എഫേസോ സഭയോടുള്ള ദൂതാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രവൃത്തികളൊക്കെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. പക്ഷേ ഒരു കാഴ്ചയിൽ വീഴ്ച സംഭവിച്ചു. സ്നേഹമുണ്ട്, എന്നാൽ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ദൈവത്തിൻ്റെ ത്രാസിൽ കുറവ് കണ്ടെത്തി. നോക്കണം, ദൈവം അതിന് മുന്നറിയിപ്പ് കൊടുത്തു, പരിഹാരവും നിർദ്ദേശിച്ചു. മാനസാന്തരപ്പെടണമായിരുന്നു. എന്നാൽ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവർ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് വലിയ താമസം കൂടാതെ ആ സഭ ആ നിലവിളക്ക് ദൈവം അവിടെ നിന്ന് എടുത്തു മാറ്റി. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ചിലപ്പോൾ ഒരു കുറവായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ വീഴ്ചകൾക്ക് കാരണമായി തീരുന്നത്. അതുപോലൂടെ സംഭവിക്കുന്നത് നിത്യതയിലെ വലിയ നഷ്ടങ്ങളാണ്. അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കുവാൻ നമ്മൾ എത്രമാത്രം തയ്യാറാകണം. മറ്റൊരു കാര്യം നമുക്കറിയാം, കർത്താവിൻ്റെ അടുക്കൽ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി വന്ന ഒരു യൗവനക്കാരനായ പുരുഷൻ, അവനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ വളരെ നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ നമ്മളതിനെ വായിക്കുന്നത് മർക്കോസ് 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യമാണ്. മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 17-22. അപ്പോൾ ഈ യൗവനക്കാരൻ വളരെ നല്ല ദൈവത്തിൻ്റെ വ്യവസ്ഥകളൊക്കെ പാലിക്കുന്നവനായിരുന്നു. എന്നാൽ ദൈവം അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 21, 22 വാക്യം മാത്രം ഞാൻ വായിക്കാം, സമയക്കുറവുണ്ട്. അപ്പോൾ യേശുവിനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. പ്രിയമുള്ളവരെ, ഒറ്റ കുറവായിരുന്നു. ഈ കുറവ് പരിഹരിക്കുവാനായിട്ട് അവന് കഴിഞ്ഞില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വിഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുതെന്ന 1-ാമത്തെ കൽപ്പന ലംഘിച്ച് അവൻ ജീവിച്ചത്. അവൻ്റെ ജീവിതത്തിൻ്റെ ദൈവം അവൻ്റെ ധനമായിരുന്നു. അതിനെ വെട്ടി മാറ്റുവാൻ ദൈവം അവനോട് ആവശ്യപ്പെട്ടപ്പോൾ അവൻ ദുഃഖിതനായി പോയി കളഞ്ഞു. നോക്കുക, ആ ഒരു കുറവ് പരിഹരിക്കുവാൻ കഴിയാഞ്ഞതിൻ്റെ ഫലമായിട്ട് അവന് ആ നിത്യജീവൻ നിന്ന് അകന്നു പോകാനിടയായി. പ്രിയ ദൈവമക്കളെ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ആ ഒന്ന് എന്നുള്ള വിഷയത്തെ ചെറുതായി കാണരുത്. നമുക്കറിയാം, ലാസറിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ മാർത്തയും മറിയയും എന്ന 2 സഹോദരിമാരുണ്ടായിരുന്നു. അവിടുത്തെയും ഒരു പ്രസ്താവന വളരെ ശ്രേഷ്ഠമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യത്തിൽ 41-42 കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അവഹരിക്കുകയുമില്ല. നോക്കുക പ്രിയമുള്ളവരെ, നമ്മുടെ ആ ഒരു കുറവ് വെച്ചുകൊണ്ട് വലിയ നഷ്ടം വരുത്താതെ ആ ഒന്ന് എന്നുള്ളതിനെ അത് ദൈവ മഹത്വത്തിന് മാത്രം ഇടയാകത്തക്ക നിലയിൽ തിരഞ്ഞെടുത്താൽ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും നമ്മൾ പരിശോധിക്കണം. ഇവിടെ അഹരോനും മോശയ്ക്കും വാഗ്ദത്തദേശത്ത് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. അവരുടെ ഒറ്റ കുറവായിരുന്നു. നമ്മൾ ചിന്തിക്കുക, ഇതുപോലെ ഇവിടെ നമ്മൾ വചനത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ച
എഫേസസ് സഭ അവരുടെ ഒരു കുറവ് അത് തിരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് നിലനിൽപ്പുണ്ടായില്ല. ആ യൗവനക്കാരൻ ഒരു കുറവ് കൊണ്ട് തനിക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ വളരെ ആവേശത്തോടെ കടന്നു വന്നു, എന്നാൽ അത് കഴിഞ്ഞില്ല. എന്നാൽ മറിയത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് മതി, മറ്റൊന്നും വേണ്ട, ആ ദൈവസന്നിധി മതി. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ആ ഒരു നല്ല ഹൃദയം എത്ര ശ്രേഷ്ഠമാണ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കുറവ് ചൂണ്ടിക്കാണിച്ചാൽ അതിനെ ദൂരീകരിക്കുവാൻ നാം ഉത്സാഹിക്കുമോ? അതോ ആ കുറവ് നമ്മൾ പരിഹരിക്കാൻ മനസ്സില്ലാതെ നമ്മൾ നിത്യതയിലെ വലിയ പ്രതിഫലങ്ങളെ നഷ്ടമാക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകുവാനിടയാകുമോ? ഒരു സ്വയശോധന നന്നായിരിക്കും. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ സമയം കടന്നു പോകുന്നതുകൊണ്ട് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഇന്നും അന്വേഷിക്കുന്നു. ദൈവത്തിന് വ്യക്തികളെ വേണം. അവരോട് പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തെ അതുപോലെ നിവർത്തിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ നാമം നമ്മളോട് മഹത്വപ്പെടാനിടയാകട്ടെ. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ.